ഖദീജ, ഞാൻ നിന്റെ മൈലാഞ്ചിയിൽ നിന്ന് കുറച്ച് മൈലാഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. ഗുൽസുവിന് കയ്യിലിട്ട് കൊടുക്കാനാണ്. ഉമ്മാനെ കാണണമെന്ന് പൂതി പറയുമ്പോൾ എനിക്ക് ഓളോട് പറയാലോ, 2 കൈയും മൂക്കിനോട് അടുപ്പിച്ച് കണ്ണടച്ച് മണത്താൽ മതിയെന്ന്. അത് നിന്റെ ഉമ്മാന്റെ മണമാണെന്ന്. വായനയുടെ തുടക്കം മുതൽ ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ട് ഒരു പരിധിവരെ അസൂയ തോന്നിപ്പോയ വായനയ്ക്കൊടുവിൽ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും എന്റെ കണ്ണ് നനയിപ്പിച്ചു കളഞ്ഞ സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടും മനസ്സിലാക്കി തന്ന ഒരു കൂട്ടം കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കഥ. അതാണ് നസീഫ് കലയത്തിന്റെ ഖദീജ എന്നീ നോവൽ. ഖദീജയിലെ ഖദീജ എന്ന കഥാപാത്രം തന്നെയാണ് എന്റെ മനസ്സ് കീഴടക്കിയത്. തന്റെ ഭർത്താവിന് ഒരു കാലത്ത് സ്നേഹമുണ്ടായിരുന്ന സ്ത്രീ മരിച്ചുവെന്ന് അറിയുമ്പോൾ തന്റെ ഭർത്താവിന് അവിടെ എത്തിച്ചേർന്ന് അവരെ അവസാനമായി ഒന്ന് കാണാൻ ആഗ്രഹമുള്ള കാര്യം അയാൾ പറയാതെ തിരിച്ചറിഞ്ഞ് തന്റെ ഭർത്താവിനെ അവിടെ എത്തിക്കാൻ മുൻകൈ എടുക്കുകയും തനിക്ക് തികച്ചും അപരിചിതരായ ഹസീറയും അവരുടെ കുടുംബവും അനുഭവിക്കുന്ന ദുഃഖത്തിൽ അവർ പോലും അറിയാതെ പങ്കുചേരുന്ന ഖദീജ എന്ന കഥാപാത്രത്തോട് ഇങ്ങനെയാണ് നമുക്ക് സ്നേഹവും അടുപ്പവും തോന്നാതിരിക്കുന്നത്. ഖദീജയുടെ സ്വന്തം അബൂക്കയും വായനക്കാരുടെ സ്നേഹം നേടിയെടുക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെയാണ് കേട്ടോ. തന്റെ ഭൂതകാലത്തിൽ തന്നെ ക്രൂരമായി വഞ്ചിച്ചൊരു മനുഷ്യൻ ഇന്ന് ദുരന്താവസ്ഥയിലാണ് തിരിച്ചറിഞ്ഞ് അയാൾക്കൊരു ജീവിതമാർഗത്തിനായുള്ള പണം നൽകുന്നതിലൂടെയും തനിക്ക് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കുവാൻ വകയില്ലാതിരുന്ന സമയത്ത് തനിക്കായി എന്നും ഒരു ഗ്ലാസ് ചൂട് ചായ മാറ്റി വെച്ചിരുന്ന ജോസഫേട്ടൻ എന്ന വ്യക്തിയെ സ്മരിക്കുന്നതിലൂടെയും തന്റെ ജീവിതത്തിൽ എന്ത് സംഭവം നടന്നാലും തന്നെ വളർത്തി വലുതാക്കി തന്റെ ഇളയപ്പെ ഓർക്കുന്നതിലൂടെയും അതിലുപരി തനിക്കൊരു നല്ല കാലം വരുമ്പോൾ അതിന്റെ ഒപ്പമുള്ളവർക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അബു എന്ന കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന നിഷ്കളങ്കതയും സത്യസന്ധതയും ഒക്കെ എഴുത്തുകാരന് വളരെ കൃത്യമായി ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഖദീജയും അബൂക്കയും തമ്മിലുള്ള സ്നേഹബന്ധവും എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയ ഒന്ന് തന്നെയാണ്. ഇരുവരും പരസ്പരം നൽകുന്ന ബഹുമാനവും രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യവും ഒക്കെ ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ഒരൊറ്റ ഇരിപ്പിലിരുന്ന് ആസ്വദിച്ച് വായിച്ചു തീർക്കുവാൻ സാധിക്കുന്ന പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുള്ള വായനക്കാരാണ് നിങ്ങൾ. അതിലുപരി വായനയ്ക്ക് ശേഷവും ആ കഥയും കഥാപാത്രങ്ങളും ഒക്കെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന രീതിയിലുള്ള കഥകളും നോവലുകളും വായിക്കാൻ താല്പര്യമുള്ള വായനക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ പാടില്ലാത്ത അതിമനോഹരമായ ഒരു വായനാനുഭവം തന്നെയാണ് നസീഫ് കലയത്തിന്റെ ഖദീജ എന്ന പുസ്തകം.